ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി 4th ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ എ കലണ്ടർ ദ സം ഓഫ് 4 നമ്പേഴ്സ് ഈസ് 44. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എമംഗ് ദം? അപ്പോൾ കലണ്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പരിചയമുള്ളതല്ല. അപ്പോൾ അത് ഷോർട്ട് കട്ട് വെച്ച് അതിന് ആൻസർ പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് നമ്മുടെ ഒരു കലണ്ടർ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കിഷ്ടമുള്ളൊരു 4 നമ്പർ, ഇതാണ് 4 നമ്പർ എന്ന് വിചാരിക്കുക. ഈ 4 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 44 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 4 നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അപ്പോൾ ഈ കലണ്ടറിൽ ഞാനിപ്പോൾ ഈ 4 നമ്പറാണ് എടുക്കണമെങ്കിൽ ഇതിന് സമ്മ് 44 അല്ല. 44 ആണെങ്കിൽ അത് ഏറ്റവും ചെറിയ നമ്പർ. ഇപ്പോൾ വേറെ 4 നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെല്ലാ നമ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 44 ആണ്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും നോക്കാം. കലണ്ടറിലെ 4 നമ്പേഴ്സിൻ്റെ സമ്മ് 44 ആണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 4 നമ്പേഴ്സിൻ്റെ നമ്പർ 44 ആയതുകൊണ്ട് 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 44 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ 11 ആണ്. 11ൽ നിന്ന് ഈ 4 മൈനസ് ചെയ്യും. അപ്പോൾ 7 കിട്ടും. 7 ആണ് ആ 4 നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ നമ്പർ. നമുക്ക് ആ കലണ്ടറിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ 4 നമ്പർ നമ്മൾ എടുക്കുക. 7, 8, 14, 15. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 44 കിട്ടും. 7ഉം 8ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15. 15ഉം 15 കൂട്ടിക്കഴിഞ്ഞാൽ 30 പ്ലസ് 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ 44. ഈ 44 ആണ് ഈ 4 നമ്പേഴ്സിൻ്റെയും സമ്മ്. ഇതിലെ ഏറ്റവും ചെറിയ നമ്പറാണ് 7. നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ കലണ്ടറോ അല്ലെങ്കിൽ അത് വെച്ച് നോക്കിയിട്ടോ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടത്? ആ സമ്മ് ഡിവിഷൻ 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞ കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇസ് ഈക്വൽ ടു നമുക്ക് 11 കിട്ടി. 11ൽ നിന്ന് ഈ 4 മൈനസ് ചെയ്തു. സ്മോളസ്റ്റ് നമ്പർ ആയിട്ടുള്ള 7 കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. ഒരു കലണ്ടറിൽ 4 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ നമ്പറാണ് 7 എങ്കിൽ ആ 4 നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? അങ്ങനെ തിരിച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7 ആണ് ഏറ്റവും ചെറിയ നമ്പർ. ആ ചെറിയ നമ്പറിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. ആ 11ൻ്റെ കൂടെ നമ്മൾ 4 ഇൻറ്റു ചെയ്യാം. 44 കിട്ടും. ഈ ചോദ്യം റിവേഴ്സ് ഓർഡറിലും ചോദിക്കാം. ഏറ്റവും ചെറിയ നമ്പർ 7 ആണെങ്കിൽ ആ 4 നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? അപ്പോൾ 7ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. 11 കിട്ടി. 11ൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്യുക. നമുക്ക് ടോട്ടൽ 44 കിട്ടി. തിരിച്ചെങ്ങനെയാണ്? 44 ചോദിച്ചിട്ട് ചെറിയ നമ്പർ ചോദിക്കുകയാണെങ്കിൽ 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 കിട്ടും. 11ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. 7 കിട്ടും. അടുത്ത 5th ക്വസ്റ്റ്യൻ. 15 × 15 225. 25 625. 35 × 35 1225. അങ്ങനെയാണെങ്കിൽ 105 × 105 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 15 × 15 225 നമുക്കറിയാം. ഇത് ഓൾറെഡി 3 തന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് ട്രിക്ക് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 15 × 15 225 കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം. ഇതിലത്തെ ആദ്യത്തെ ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? 1. 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരാ? 2. 1 × 2 എത്രയാണ്? 2. 5 × 5 എത്രയാണ്? 25. അങ്ങനെയാണ് 15 × 15 225 ആയത്. അടുത്ത് നോക്കുക. 25 × 25. ആദ്യത്തെ ഡിജിറ്റ് ആരാണ്? 2. 2 കഴിഞ്ഞ അടുത്ത ഡിജിറ്റ് ഏതാണ്? 3. അപ്പോൾ 2 × 3 എത്രയാണ്? 6. 5 × 5 25. അങ്ങനെയാണ് 25 × 25 625 ആയത്. ഇനി 35 × 35 ഒന്ന് നോക്കാം. ആദ്യത്തെ ഡിജിറ്റ് ആരാണ്? 3. 3 × നെക്സ്റ്റ് നമ്പർ ആരാണ്? 4. 3 × 4 എത്രയാണ്? 12. 5 × 5 25. അങ്ങനെയാണ് നമുക്ക് ഈ 3 ആൻസർ ട്രിക്ക് വെച്ച് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 105 × 105. ആദ്യത്തെ ഡിജിറ്റ് എല്ലാം നോക്കേണ്ടത് ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ് നമ്മൾ നോക്കണം. ഇവിടെ 10 ആണ്. 10 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്? 11.
10 × 11 എത്രയാണ്? 110. 10 × 11 110. പിന്നെ 5 × 5 25. ഇതാണ് ഇതിൻ്റെ ആൻസർ. 3 ഡിജിറ്റ് വരുമ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റ് നോക്കണം കേട്ടോ. വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 75 × 75. ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക 7. 7 കഴിഞ്ഞ അടുത്ത ഡിജിറ്റ് ആരാ? 8. 7 × 8 എത്രയാ? 56. 5 × 5 എത്രയാണ്? 25. 5625. അടുത്ത ക്വസ്റ്റ്യൻ 95 × 95. ആദ്യത്തെ ഡിജിറ്റ് നോക്കുക 9. 9 കഴിഞ്ഞ അടുത്ത ഡിജിറ്റ് ഏതാണ്? 10. 9 × 10 90. 5 × 5 25. അപ്പോൾ 9025. അപ്പോൾ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ക്ലിക്കായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലൈയിങ് 2 and 2/3 by how much will get 1? അതിൻ്റെ മീനിങ് എത്രയാണ്? 2 and 2/3യുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുക? 2 and 2/3 ഇൻറ്റു ഏതോ ഒരു നമ്പർ ഇസ് ഈക്വൽ ടു ആൻസർ നമുക്ക് 1 കിട്ടണം. ട്രിക്ക് ആലോചിക്കുക, എത്രയുള്ളൂ? ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. അതിനാദ്യം തന്നെ ഫ്രാക്ഷൻ ആക്കാം. 2 × 3 6. 6 + 2 8. 8/3 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ 1 കിട്ടണമെങ്കിൽ 8/3യുടെ റെസിപ്രോക്കൽ ഇവിടെ എഴുതാം. 3/8. നോക്കുക, ഈ 3യും ഈ 3യും കട്ടായി പോവും, ഈ 8ഉം 8ഉം കട്ടായി പോവും. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ 1 കിട്ടുന്നത്. അപ്പോൾ ഏതൊരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആൻസർ 1 കിട്ടണമെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്യണമെന്ന് ചോദിച്ചാൽ മിക്സഡിനെ ആദ്യം എന്താക്കി മാറ്റുക? ഫ്രാക്ഷനാക്കി മാറ്റുക. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സീറോസ് ആർ ദർ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 10? 1 തൊട്ടിട്ട് 10 വരെയുള്ള നമ്പർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൽ എത്ര സീറോ ഉണ്ടാവും? 1 × 2 2. 2 കഴിഞ്ഞ അടുത്ത നമ്പർ 3 അല്ലേ? 2 × 3 6. 6 × 4 24. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൽ എത്ര സീറോ ഉണ്ട്? അപ്പോൾ നമ്മളിങ്ങനെ ഇൻറ്റു ചെയ്ത് നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 1 മുതൽ 10 വരെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കിട്ടും. ബാലൻസ് 0. അപ്പോൾ നമുക്ക് 10നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത്? 5 കൊണ്ട്. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 2. അപ്പോൾ ആൻസറിൽ 2 0 ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസറിൽ എത്ര സീറോ ഉണ്ടെന്നാണ് ചോദ്യം. 2 0 ഉണ്ടായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം കേട്ടോ. 1 × 2 × എക്സെട്ര ഇൻറ്റു 25. ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആൻസറിൽ എത്ര സീറോ ഉണ്ടാവും? അപ്പോൾ നേരത്തെ നമ്മൾ 10 ഡിവിഷൻ 5 ആണ് ചെയ്തത്. ഇവിടെ ഏതാണ് നമ്പർ? 25. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25 ഡിവിഷൻ 5 ചെയ്യുക. അപ്പോൾ 5 ടൈംസ് ആണ് 25 വരിക. നമുക്ക് റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇവിടെ 5 വന്നു. നമുക്ക് ഇവിടെ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 5. നമുക്ക് നേരത്തെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 ആണ് കിട്ടിയത്. ഇവിടുത്തെ 5നേക്കാളും ചെറിയ നമ്പറാണ് ഇവിടെ. അതുകൊണ്ട് ആൻസർ അവിടെ അവസാനിച്ചു. ഇവിടെ നമുക്ക് 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 തന്നെയാണ് കിട്ടിയത്. വീണ്ടും ഈ കിട്ടിയ 5നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5 കിട്ടി, ഇവിടെ 1 കിട്ടി. 5ഉം 1 എത്രയാണ്? 6. അപ്പോൾ 1 മുതൽ 25 വരെ ഇൻറ്റു ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസറിൽ എത്ര സീറോ ഉണ്ടാവും? 6 0 ഉണ്ടാവും. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 22നെ നമുക്ക് 4 + 5 + 6 + 7 = 22 എന്ന് എഴുതാം. അത് തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ്, കോൺസിക്യൂട്ടീവ് കൗണ്ടിങ് നമ്പേഴ്സാണ്. 4 5 6 7. നമ്മുടെ ക്വസ്റ്റ്യൻ ദെൻ ഹൗ ടു റൈറ്റ് 44 ആസ് സം ഓഫ് കോൺസിക്യൂട്ടീവ് കൗണ്ടിങ് നമ്പേഴ്സ്. 4 5 6 7 തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സാണ്. ആഡ് ചെയ്തപ്പോൾ 22 കിട്ടിയെങ്കിൽ ആൻസർ 44 കിട്ടണം. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഴുതാം 4 5 6 7. ഇതൊക്കെ കൂട്ടുമ്പോൾ എന്ത് കിട്ടി? 22 കിട്ടി. നമുക്ക് 8ഉം 9ഉം കൂടി ആഡ് ചെയ്യാം. 8ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഇത് മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 70 എന്ന് കിട്ടും. ഇവിടെ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 22. ഇത് മാത്രം കൂടി കൂട്ടുമ്പോൾ 17ഉം കൂടി കൂട്ടാം. അപ്പോൾ നമുക്ക് എത്രയാവുള്ളൂ? 39 ആവുള്ളൂ. നമുക്ക് 44 വേണം. അപ്പോൾ ഒരു 5 നമ്പറും കൂടി ആഡ് ചെയ്യണം.
അപ്പോൾ നോക്കുക, ഇവിടെ 4 തൊട്ട് മുന്നിൽ 3, ഇവിടെ 2, അപ്പോൾ 2 3 കൂടി എത്ര കിട്ടുക? 5. അപ്പോൾ ശരിയായില്ലേ? ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 22, 8 9 കൂട്ടുമ്പോൾ 17, തൊട്ട് മുന്നിൽ 2 3 കൂടി കൂട്ടുമ്പോൾ 5. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44 കിട്ടും. അപ്പോൾ 44 കിട്ടാനുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ്? 2 + 3 + 4 + 5 + 6 + 7 + 8 + 9. ഇതിങ്ങനത്തെ ചില ട്രിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ആ ട്രിക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ മോഡൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അറിയുന്ന കുട്ടികൾക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ ആ മോഡൽ ടൈപ്പ് വേറെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും.